ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ബി ബുക്ക് മാർക്ക്ഡ് ആണ്. അതായത് കുറച്ച് ടഫ് ഉള്ളതോ അല്ലെങ്കിൽ കുറച്ച് കൺസെപ്റ്റ് ഉറയ്ക്കാൻ പറ്റുന്നതായിട്ടോ അല്ലെങ്കിൽ ട്രിക്കുള്ള ക്വസ്റ്റ്യൻസോ ആയിരിക്കും. പ്രീവിയസ്ലി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ബട്ട് അത് റീസെൻ്റ് ആയിട്ടായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ അതിൽ തന്നെ ആൾക്കാർ കുറച്ച് അറ്റംപ്റ്റ് ചെയ്യുന്ന ടഫ് ഷിഫ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല, ചിലപ്പോൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ബുക്ക് മാർക്ക്ഡ് ആയിട്ടുള്ള നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബുക്ക് മാർക്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ സീരീസിൽ നോക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഇത് കാണരുത്. അത്യാവശ്യം CHSലും CGലും വരുന്ന ടൈമാണ്. അപ്പോൾ പ്രിപ്പറേഷൻ ഏസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീരീസാണ് എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആ ഒരു ചാപ്റ്ററിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫോർത്ത് റൂട്ട് ഓഫ് അല്ലേ? ഇപ്പം 34 - 24 റൂട്ട് 2ൻ്റെ ഫോർത്ത് റൂട്ട് കണ്ടുപിടിക്കണം. അതിനെ 3 √2 + 4ൻ്റെ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്കിയേ, നമുക്ക് ആദ്യം 18 + 16 എന്ന് എഴുതാം. അതെങ്ങനെ എഴുതുന്നു ചോദിച്ചാൽ ആദ്യം പറയാം. -2 ഇൻറ്റു ഇനി എത്ര 12 3 ഇൻറ്റു 4 √2 എന്ന് എഴുതിക്കൂടെ? ഇതിൻ്റെ ഫോർത്ത് റൂട്ട് എന്ന് എഴുതിക്കൂടെ? കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റും, പേടിക്കണ്ട. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? 2 ഇൻറ്റു AB എന്നുള്ള ഫോർമാറ്റിലാക്കണം. 2 ഇൻറ്റു AB. അപ്പോൾ ഇത് ചെയ്യുന്ന നേരം നോക്കി, ഇതിൽ നിന്ന് 3 √2 ഉണ്ട്, പിന്നെ 4 ഉണ്ട്. അതായത് 3 √2 - 4 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും ഇത്. ഇതിൻ്റെ ഫോർത്ത് റൂട്ട് ഇൻറ്റു റൂട്ട് ഓഫ് 3 √2 + 4. അതായത് നമുക്ക് 3 √2ൻ്റെ സ്ക്വയർ എത്ര? 9 ഇൻറ്റു 2 18, 4ൻ്റെ സ്ക്വയർ + 4 സ്ക്വയർ 16, -2 ഇൻറ്റു 3 √2 ഇൻറ്റു 4 അല്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനൊരു സ്ട്രക്ചറിൽ 2AB എന്നുള്ള ഫോർമാറ്റിൽ ഇതിനെ എഴുതാനായിട്ട് പഠിക്കണം. എന്നിട്ട് ഏതിൻ്റെയൊക്കെ സ്ക്വയേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ നമ്പർ കിട്ടുന്നത് നോക്കി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പം ദാണ്ട ഫോർത്ത് റൂട്ട് വരാൻ നേരം ഇത് ഫർദർ എന്ത് വരും? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് പോകാൻ നേരം 3 √2 - 4 ഇൻറ്റു 3 √2 + 4. അതായത് 3 √2 ദ ഹോൾ സ്ക്വയർ -4 സ്ക്വയർ ഇതിൻ്റെ റൂട്ട്. ഇതെത്ര വരും? 18 - 16ൻ്റെ റൂട്ട് എത്ര ആയിരിക്കും വരുന്നത്? √2 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഫസ്റ്റ് വിൽ ബി യുവർ ആൻസർ. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. എയും ബിയും സിയും സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു പോയിന്റിൽ നിന്ന് സർക്കുലർ ട്രാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1200 മീറ്ററാണ്. അവരുടെ സ്പീഡ് തന്നിട്ടുണ്ട്. ഇത് എയുടെ സ്പീഡ്, ഇത് ബിയുടെ സ്പീഡ്, ഇത് സിയുടെ സ്പീഡ്. സി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് ആദ്യം നമുക്ക് ഇവരുടെ എയും ബിയും കണ്ടുമുട്ടുന്ന സമയം കണ്ടുപിടിക്കണം ആദ്യമായിട്ട്. അതെങ്ങനെ? ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് ഓഫ് എ ആൻഡ് ബി. ഓക്കെ, എൻ്റെയും ബിൻ്റെയും. ഇനിയും ബിൻ്റെയും സിൻ്റെയും എങ്ങനെ വരും? 1200 അവരുടെ റിലേറ്റീവ് സ്പീഡ്. ഇതെങ്ങനെ വരും? 1200 എയും ബിയും സെയിം ഡയറക്ഷനിലല്ലേ? എയും ബിയും സെയിം ഡയറക്ഷനിലാകുമ്പോൾ 2ൻ്റെയും 4ൻ്റെയും റിലേറ്റീവ് സ്പീഡ് എത്ര? 2. അതായത് 600 സെക്കൻഡ്. 600 സെക്കൻഡ് കഴിയുമ്പോൾ എയും ബിയും കൂടെ കണ്ടുമുട്ടും. ഇനി അടുത്ത ബിയും സിയും 6ഉം 4ഉം അതും റിലേറ്റീവ് സ്പീഡ് ആഡ് ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1200 4 + 6 10. അതായത് 120 സെക്കൻഡ് ആയിരിക്കും ബിയും സിയും കൂടെ കണ്ടുമുട്ടാൻ എടുക്കുന്ന സമയം. ഇനി സിയും എയും കൂടെ കണ്ടുമുട്ടാൻ എടുക്കുന്ന സമയം എത്ര? 1200 2 - 2 + 6 എത്ര? 8. അതായത് 150 സെക്കൻഡ്സ് ആയിരിക്കും. ഓക്കെ, അതായത് നോക്കിക്കേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. എ ഇങ്ങനെ ഓടി 600 സെക്കൻഡ് ആയപ്പോൾ എ ബീനെ കണ്ടു. ഇനി ബി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 120 സെക്കൻഡ് ആയപ്പോൾ സീനെ കണ്ടു. ഇനിയും എയും സിയും കൂടെ എത്ര? 150 സെക്കൻഡ് ആയപ്പോൾ കണ്ടു. അതായത് ഈ 120 ഒരു 5 തവണ വരുമ്പോൾ ഇവിടെ കണ്ടുമുട്ടത്തില്ലേ? ആര്? 120 സെക്കൻഡ് കഴിയുമ്പോൾ ബിയും സിയും കണ്ടുമുട്ടും. ഓരോ 120 സെക്കൻഡ് കഴിയുമ്പോഴും.
അങ്ങനെ അടുത്ത് 120 കഴിഞ്ഞ് പിന്നെ 240 സെക്കൻഡ് ആകുമ്പോൾ പിന്നെയും ബിയും സിയും കണ്ടുമുട്ടും. പിന്നെ അടുത്ത 360 സെക്കൻഡ് ആകുമ്പോൾ മൂന്നാമത്തെ തവണ ബിയും സിയും കണ്ടുമുട്ടും. അങ്ങനെ പോയി ബിയും സിയും 5ാമത്തെ തവണ കണ്ടുമുട്ടുന്ന എത്ര സമയം കൊണ്ടാണ്? 600 സെക്കൻഡ് കൊണ്ടല്ലേ. ആ സമയം കൊണ്ട് ഇവിടെ ആരും കൂടെ വരും? ബിൻ്റെ സിൻ്റെയും കൂടെ എയും കൂടെ ബിയിനെ കണ്ടുമുട്ടും. അപ്പോൾ 3 പേര് ഒരുമിച്ച് കണ്ടുമുട്ടാൻ എടുക്കുന്ന സമയം ഈ 3 സമയങ്ങളുടെ LCM ആണ്. അപ്പോൾ 120ഉം 150ഉം 160ൻ്റെ LCM എത്ര? 600ൻ്റെ LCM എത്ര വരുന്നത്? 600 സെക്കൻഡ്. 600 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 600/60 എത്ര? 10 മിനിറ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് എയും ബിയും ഒരുമിച്ച് കണ്ടുമുട്ടാനായിട്ട് എടുക്കുന്ന ആദ്യത്തെ സമയം 600 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും എയും ബിയും ഒരുമിച്ച് കണ്ടുമുട്ടുന്നത് സർക്കുലർ ട്രാക്കിൽ. പക്ഷേ ബിയും സിയും അല്ലേ ആദ്യം കണ്ടുമുട്ടുന്നത്. അവർ 120 സ്റ്റാർട്ട് ചെയ്തിട്ട് 120 സെക്കൻഡ് കഴിയുമ്പോൾ ആദ്യത്തെ തവണ കണ്ടുമുട്ടും. പിന്നെ അടുത്ത ട്രിപ്പിൽ അടുത്ത 120 സെക്കൻഡ്, അതായത് 120 120ഉം 240 സെക്കൻഡ് ആകുമ്പോൾ രണ്ടാമത്തെ തവണ കണ്ടുമുട്ടും. അങ്ങനെ 240ൻ്റെ മൾട്ടിപ്പിൾസിലായിട്ട് ഇവർ ബിയും സിയും പിന്നെയും കണ്ടുമുട്ടും. അപ്പം 120, 240, 360, 480, 600. അപ്പോൾ 600ാമത്തെ സെക്കൻഡിൽ 5ാമത്തെ തവണ ബിയും സിയും കണ്ടുമുട്ടും. പക്ഷേ ആ 600 അതായത് സ്റ്റാർട്ട് ചെയ്തിട്ട് 600 സെക്കൻഡ് കഴിയുമ്പോൾ ബിയും സിയും കണ്ടുമുട്ടും. അത് മാത്രമാണോ? 600 സെക്കൻഡ് ആകുമ്പോൾ ബിയിനെ കണ്ടുമുട്ടാൻ എയും കൂടെ വരത്തില്ലേ? അപ്പം 3 പേരും ഒറ്റ പോയിന്റിൽ കണ്ടുമുട്ടുന്നത് ആദ്യമായിട്ട് 600 സെക്കൻഡ് കഴിയുമ്പോഴാണ്. ആൻഡ് അതായിരിക്കും ക്വസ്റ്റിനെ ചോദിച്ചേക്കുന്നത്. ആൻഡ് അതാണ് 10 മിനിറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. എങ്കിലും 3ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ടോണേ. നോക്കിയേ, ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ബസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഈ ബസ് വിടുന്നത്, ബസ്സിൻ്റെ ടെർമിനൽ ഇവിടുന്നാണെങ്കിൽ ഈ ടെർമിനലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഒരു മാൻ വരികയാണ്. ഓക്കെ, അയാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെക്കുക. അപ്പോൾ അയാൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 8 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ എത്തിയെന്ന് വെച്ചു. ഇവിടെ എത്തിയപ്പോൾ അടുത്ത ബസ് വിടുന്നത് കണ്ടു. അതായത് മനുഷ്യൻ 8 മിനിറ്റ് കൊണ്ട് ഇവിടം മുതൽ ഇവിടം വരെ ട്രാവൽ ചെയ്തു. അപ്പം അടുത്ത ബസ് ഇൻ്റർവെൽ വിടുന്നതായിട്ട് കണ്ടു. ഇനിയും ബസ് ഇവിടം മുതൽ ഇവിടം വരെ 10 മിനിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്തു. ഓക്കെ, അതായത് ഇവിടുന്ന് ഇപ്പം ബസ് എടുക്കുകയാണ്. ഓക്കെ, ബസ് മാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് 8 മിനിറ്റ് ആയപ്പോൾ 2 പേര് ഇവിടെ എത്തി, കണ്ടുമുട്ടി. 8 മിനിറ്റ് ആയപ്പോൾ 2 പേര് ഇവിടെ കണ്ടുമുട്ടി. ഓക്കെ, അപ്പം ബസ് ഇത്രയും വരെ 8 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചു. ഇനി അടുത്ത 2 മിനിറ്റ്, അതായത് ബസ് 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടല്ലേ, 10 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത ബസ് വിടുന്നത്. അപ്പം ആ ബസ് ഇവിടുന്ന് 8 മിനിറ്റ് ആയപ്പോൾ ഇയാളെ കണ്ടുമുട്ടി. ഇനി 2 മിനിറ്റും കൂടെ ട്രാവൽ ചെയ്താലേ അടുത്ത ബസ് കംപ്ലീറ്റ് ആവത്ത്, അല്ലെങ്കിൽ വരത്തുള്ളൂ. അപ്പോൾ ഇനി റിമൈനിങ് ഈ ഡിസ്റ്റൻസ്, ഇത് എ, ഇത് ബി, ഇത് സി, ഈ ഡിസ്റ്റൻസ് 2 മിനിറ്റ് കൊണ്ട് ഇനിയും ബസ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് 8 മിനിറ്റ് പ്ലസ് 2 മിനിറ്റ്, മൊത്തത്തിൽ 10 മിനിറ്റ് കൊണ്ട് ബസ് ഇവിടെ എത്തി. ആൻഡ് ഇവിടുന്ന് അറ്റ് ദ സെയിം ടൈം ബസ് സ്റ്റാർട്ട് ചെയ്യപ്പോൾ ഒരാൾ 8 മിനിറ്റ് കൊണ്ട് ഇവിടെ ബസ്സിനെ കണ്ടുമുട്ടി. അതായത് ഈ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് അല്ലേ. 8 മിനിറ്റ് കൊണ്ട് മനുഷ്യൻ സഞ്ചരിച്ച ഈ ഡിസ്റ്റൻസ്, അയാളുടെ 8 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മനുഷ്യൻ്റെ ടൈം ഇൻറ്റു മനുഷ്യൻ്റെ സ്പീഡ്. അത് ഞാൻ എം എന്ന് എടുത്തു. ഈസ് ഈക്വൽ ടു, അതായത് 8 മിനിറ്റ് ഇൻറ്റു എം എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസാണ്. ഈ സെയിം ഡിസ്റ്റൻസ് 2 മിനിറ്റ് കൊണ്ട് ബസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ബസ്സിൻ്റെ സ്പീഡ് എത്ര? 20 km/h. മിനിറ്റും പോയി, 2 പോയി 4. അതായത് എം ഈസ് ഈക്വൽ ടു 4ഉം 20ഉം പോയി 5 km/h ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി. ഇതിൻ്റെ ലോജിക്ക് എന്താ? 8 മിനിറ്റ് കൊണ്ട് മാൻ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് ആയിരിക്കും 2 മിനിറ്റ് കൊണ്ട് ബസ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബസ് സഞ്ചരിക്കുന്ന ദൂരം കാണാം, ബസ്സിൻ്റെ സമയം ഇൻറ്റു ബസ്സിൻ്റെ സ്പീഡ്, 2 മിനിറ്റ് ഇൻറ്റു 20, അതായിരിക്കും 8 മിനിറ്റ് കൊണ്ട് മാൻ km/h സഞ്ചരിക്കുന്നത്. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, രവി എന്ന് പറയുന്ന ഒരാൾ മുംബൈ ടു ഗോവ വരെ സഞ്ചരിച്ചു. പക്ഷേ കുറച്ച് സമയം, അതെത്രയാണെന്ന് അറിയത്തില്ല, അത്രയും സമയം കഴിഞ്ഞ് സഞ്ചരിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാൾ സഞ്ചരിക്കുന്നതിൻ്റെ 75% മാത്രമേ, മൊത്തത്തിൽ എത്തേണ്ട 75% മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ പോവാണെങ്കിൽ അയാൾ, അതായത് ഇത്രയും ഷെഡ്യൂൾഡ് എപ്പോഴാണോ എത്തേണ്ടിയിരുന്നത്
ആ സമയം കൊണ്ട് ഇയാൾ 75% എത്തത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അയാൾക്ക് മനസ്സിലായത്, റിയലൈസ് ചെയ്ത്. ഈ പോയിന്റിൽ എവിടോ വെച്ചായപ്പോൾ അയാൾക്ക് മനസ്സിലായി ഈ സ്പീഡിൽ പോവുകയാണെങ്കിൽ എത്തേണ്ട സമയമാകുമ്പോൾ അയാൾ 75% കവർ ചെയ്യത്തുള്ളൂ. അതായത് ഗോവ വരെ എത്തണമെങ്കിൽ റിമൈനിങ് 25% കൂടി ഇല്ലേ. അപ്പോൾ ആ 25% കവർ ചെയ്യാനായിട്ട് അയാൾക്ക് 3 മണിക്കൂറും കൂടെ കൂടുതൽ വേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പം 25% കവർ ചെയ്യാനായിട്ട് അയാൾക്ക് 3 മണിക്കൂർ വേണ്ടി വന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ 75%, 25% കവർ ചെയ്യാൻ 3 മണിക്കൂർ വേണമെങ്കിൽ 75% കവർ ചെയ്യാൻ ഇതിൻ്റെ 3 അല്ലേ, അപ്പോൾ ഇത് ഇൻറ്റു 3 9 മണിക്കൂർ എടുത്തു. അതായത് ഇവിടെ 9 മണിക്കൂർ, ഇത് 3 മണിക്കൂർ. ഇയാൾ 75% ഈ ഒരു സ്പീഡിൽ പോവുമായിരുന്നെങ്കിൽ അയാൾ ഈ 75% ഡിസ്റ്റൻസ് 9 മണിക്കൂർ കൊണ്ടേ കവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഈ ഫുൾ ഡിസ്റ്റൻസ് ഈ 75% 9 മണിക്കൂർ കൊണ്ട് എത്തും. ഇനി ഗോവ വരെ ഒരു 3 മണിക്കൂറും കൂടെ എത്തും. അതായത് 9 + 3 12 മണിക്കൂർ കൊണ്ട് അയാൾ ആ സ്പീഡിൽ എത്തത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അയാളുടെ ടൈമിൻ്റെ റേഷ്യോ, ഇവിടെ മുംബൈ ടു ഗോവ വരെയുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ്, ടൈമിൻ്റെ റേഷ്യോ എന്ത് വരും, 9:12. ആദ്യത്തെ കേസ്, രണ്ടാമത്തെ കേസ്. ഇവിടെ അങ്ങനെ 9 വന്നേ. മുംബൈ ടു ഗോവ വരെ അയാൾക്ക് 9 മണിക്കൂറിൽ സഞ്ചരിക്കണമായിരുന്നു, പക്ഷേ സഞ്ചരിക്കാൻ പറ്റിയില്ല, 75% പറ്റുള്ളൂ. പക്ഷേ സഞ്ചരിച്ചിരുന്നെങ്കിൽ മുംബൈ ടു ഗോവ 9 മണിക്കൂർ കൊണ്ട് ആദ്യത്തെ കേസിൽ എത്തണമായിരുന്നു, പറ്റിയില്ല, പക്ഷേ അങ്ങനെ വരണമായിരുന്നു. പക്ഷേ അയാൾ റിയാലിറ്റിയിൽ എത്ര സമയം കൊണ്ടാണ് എടുത്തത്, മുംബൈ ടു ഗോവ 9 + 3 12 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. അപ്പോൾ റേഷ്യോ 3:4. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ എന്ത് വരും, 4:3. ഞാനിതിനെ 4x-ഉം 3x എന്നും എടുത്തു സ്പീഡിനെ. അപ്പം ഡിസ്റ്റൻസ് എത്ര വരും, 4x × 9 മണിക്കൂർ, അല്ലെങ്കിൽ 3x × 12 മണിക്കൂർ. എന്തായാലും സെയിം അല്ലേ. 4x × 9 എത്ര, 36x ആണ് എൻ്റെ ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ എടുത്തത് മുംബൈ ടു ഗോവ. 4x സ്പീഡിൽ 9 മണിക്കൂർ സഞ്ചരിക്കുവാണെങ്കിൽ എനിക്ക് ഫുൾ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം 36x = 36x ഇനി നോക്കിയേ, ആദ്യത്തെ കേസിൽ അയാളുടെ സ്പീഡ് എത്ര ആയിരുന്നു, കുറച്ചല്ലേ പൊക്കോണ്ടിരുന്നത്, 3x ആയിരുന്നു. ഈ സ്പീഡിൽ പൊക്കോണ്ടിരുന്നപ്പോൾ എത്ര നേരം പോയി, ടി സമയം വരെ പോയി. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടം വരെ ആയപ്പോൾ ടി സമയമായി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇങ്ങനെ പോവുകയാണെങ്കിൽ 9 മണിക്കൂർ കഴിയുമ്പോൾ ഇയാൾക്ക് 75% പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ടി സമയമായപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഇയാളുടെ സ്പീഡ് ഡബിൾ ആക്കി. അപ്പോൾ 3x ആണെങ്കിൽ ഇനിയും സ്പീഡ് ഡബിൾ ആക്കി. ആൻഡ് ഇയാളുടെ ഷെഡ്യൂൾഡ് ടൈം എത്ര, അതായത് ഇവിടം വരെ എത്തി ടി സമയം കൊണ്ട്. ഇനിയും ഇവിടം വരെ ഷെഡ്യൂൾഡ് ടൈം എത്ര, 9 മണിക്കൂറാണ് ഷെഡ്യൂൾഡ് ടൈം. ഇനി ഇവിടം വരെ എത്തിയപ്പോൾ റിയലൈസ് ചെയ്തു ഇവിടം വരെ ചെല്ലണമെങ്കിൽ ഇനി 9 മണിക്കൂറും കൂടെ ഉള്ളൂ. അതായത് 9ൽ നിന്ന് ഈ ടി സമയം കുറയ്ക്കുന്ന സമയമായിരിക്കും അയാൾ ഈ സ്പീഡിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ 9 - t ഇതെത്ര വരും, ഇതിൽ നിന്ന് എക്സും പോയി, 3 കൊണ്ട് വിട്ട നേരം 12 = t + 18 2 - 2t. അതായത് ടിയുടെ വാല്യൂ 6 മണിക്കൂറിന് കിട്ടും. ഫൈൻ ദ ടൈം ആഫ്റ്റർ രവി ചേഞ്ചർ. അതായത് 6 മണിക്കൂർ കഴിഞ്ഞ് രവി അയാളുടെ സ്പീഡ് ചേഞ്ചു. ഇവിടെ എങ്ങാണ്ടായപ്പോൾ 6 മണിക്കൂറായപ്പോൾ ആൾക്ക് മനസ്സിലായി ഈ സ്പീഡിൽ പോയാൽ പറ്റത്തില്ല, ഇനി 9 മണിക്കൂർ കൊണ്ട് എത്തണമായിരുന്നു. ഇനിയല്ല, മൊത്തത്തിൽ 9 മണിക്കൂർ കൊണ്ട് എത്തണമായിരുന്നു. അതിൽ 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി സ്പീഡ് കൂട്ടണമെന്ന്. പിന്നെ അയാൾ സ്പീഡ് ഇരട്ടിച്ചിട്ടാണ് ബാക്കി ജേർണി കംപ്ലീറ്റ് ആക്കിയത്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടും. ടൈം ആൻഡ് ഡിസ്റ്റൻസ് കൺസെപ്റ്റ് ഉറക്കേണ്ട ചാപ്റ്ററാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങളുടെ റേഷ്യോ മെത്തേഡും ഉറയ്ക്കും, ഒപ്പം കൺസെപ്റ്റ് ഉറയ്ക്കണം. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പേഴ്സൻറ്റേജിൻ്റെ, ഇതും കൺസെപ്റ്റ് ഉറപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഒരു ഓഫീസുണ്ട്, അവിടുത്തെ 60% ആൾക്കാരും ഫീമെയിൽ എംപ്ലോയീസ്. അപ്പം ഞാൻ ഓഫീസിലെ ടോട്ടൽ വർക്കേഴ്സിനെ 100 യൂണിറ്റ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ 100ൽ മെയിലുണ്ട്, ഫീമെയിലുണ്ട്. ഫീമെയിൽ എത്ര, 60%. 100ൻ്റെ 60% 60. ബാക്കി എത്ര ഉള്ളത്, 40 മെയിലായിരിക്കും. ആൻഡ് ഇത് ലിറ്ററേറ്റ്, ഇത് ഇല്ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്. അതിൽ എത്ര, ഫീമെയിലിൻ്റെ 50%, ഫീമെയിലിൻ്റെ 50% കംപ്ലീറ്റ്ലി 50% മെയിലിൻ്റെ 50% കംപ്ലീറ്റ്ലി ലിറ്ററേറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഫുള്ളി ലിറ്ററേറ്റ് ആയിട്ടുള്ളത് മെയിലിൻ്റെ 50%. അതായത് മെയിൽ ആൾക്കാർ എത്ര ഉണ്ടോ അതിൻ്റെ പാതി, മെയിൽ എത്ര ഉണ്ട്, 40, അതിൻ്റെ പാതി
20. അപ്പം ബാക്കി 20 കംപ്ലീറ്റ്ലി ലിറ്ററേറ്റ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആയിരിക്കും എന്ന് വേണേൽ പറയാം. ഇനിയും മൊത്തത്തിൽ 100 ഉണ്ടെങ്കിൽ അതിൻ്റെ 62%, അതായത് മൊത്തത്തിൽ എംപ്ലോയീസ് 100 ഉണ്ടെങ്കിൽ അതിൽ 62% എന്ന് പറഞ്ഞാൽ എത്ര? 62 ആൾക്കാരും എന്തായിരിക്കും? ലിറ്ററേറ്റ് ആണെന്നല്ലേ പറയുന്നത്. ഓക്കെ. അപ്പം ഇഫ് ദർ ആർ 62% എംപ്ലോയീസ് കംപ്ലീറ്റ്ലി ലിറ്ററേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആൾക്കാർ മെയിലും ഫീമെയിലും തരംതിരിക്കാതെ ആൾക്കാരെ ഇൻ ജനറൽ പറയുകയാണെങ്കിൽ മൊത്തത്തിൻ്റെ 62% ലിറ്ററേറ്റ് ആണ്. അതിൽ ഓൾറെഡി ലിറ്ററേറ്റ് മെയിൽ എത്ര ഉണ്ട്? 20 ഉണ്ട്. അപ്പം ഫീമെയിൽ എത്ര ആയിരിക്കും? 62 ടോട്ടൽ ആൾക്കാർ ലിറ്ററേറ്റ് ആണ്, അതിൽ 20 മെയിലാണ്. അപ്പോൾ 20 കുറയ്ക്കുമ്പോൾ എത്ര? 42 യൂണിറ്റ് ആൾക്കാർ ഫീമെയിൽ ആയിരിക്കും ലിറ്ററേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇല്ലിറ്ററേറ്റ് മെയിൽസ് എത്ര, ഫീമെയിൽസ് എത്ര ആയിരിക്കും? 18 ആയിരിക്കും വരുന്നത്. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ദെൻ ദി നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസ് ഹു ആർ കംപ്ലീറ്റ്ലി ലിറ്ററേറ്റ് ഈസ്. ടോട്ടൽ എംപ്ലോയീസ് എത്ര? 1600 അല്ലേ? അപ്പോൾ ടോട്ടൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആണ്. ആ 100 യൂണിറ്റ് ആണ് 1600 ആൾക്കാർ പേഴ്സൺസ് ആയത്. അതായത് എങ്ങനെയാണ് 100 1600 ആയി? ഇൻറ്റു 16 ചെയ്യുമ്പോൾ. ഇനി നോക്കി എത്ര ഫീമെയിൽസാണ് കംപ്ലീറ്റ്ലി ലിറ്ററേറ്റ് ആയിട്ടുള്ളത്? 42 യൂണിറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ 42 കറസ്പോണ്ട്സ് ടു ഇൻറ്റു 16 ചെയ്യുമ്പോൾ 420 42 ഇൻറ്റു 6 12 252 672. മൊത്തത്തിൽ 672 ആൾക്കാർ കംപ്ലീറ്റ്ലി ലിറ്ററേറ്റ് ആയിരിക്കും. ഏത്? ഫീമെയിൽ പോർഷനിൽ നിന്ന്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ സീരീസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 6th ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ആദ്യം ക്ലാസ്സസ് ആയിരിക്കും. എല്ലാ ടോപ്പിക്സിൻ്റെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതിനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്നതാണ് സർക്കിൾ സെഷൻ അല്ലെങ്കിൽ ബേസിക് സർക്കിൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ബേസിക്സ് ആയിട്ടുള്ള വർക്കൗട്ട് സെഷൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പോകുമായിരിക്കും. നിങ്ങളെ ഗ്രൂപ്പ്സ് ആയിട്ടായിരിക്കും ചെയ്യിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമ്പൈൻഡ് ആയിട്ട് എഫക്റ്റീവായിട്ട് പഠിച്ചു പോകാം. ഒപ്പം നിങ്ങളുടെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനും മെൻറ്റർ സപ്പോർട്ടും കാണും. പിന്നെ വരുന്നത് എക്സ്ട്രീം സർക്കിളാണ്. മെയിൻസ് ലെവൽ പ്രോഗ്രാമാണ്. ബേസിക്കിനെ പോലെ തന്നെ ഗ്രൂപ്പ് ആക്കിയിട്ടായിരിക്കും ഇരുത്തുന്നത്. പക്ഷേ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എൻട്രി ഉണ്ടായിരിക്കുക. അപ്പോൾ സീറ്റ്സ് ലിമിറ്റഡ് ആയിരിക്കും. കാരണം മെയിൻസ് ലെവൽ റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. അവിടെയും നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനും നിങ്ങളെ ഫർദർ ഗൈഡ് ചെയ്യാനും മെൻറ്റർ സപ്പോർട്ട് കാണും. പിന്നെ വരുന്നത് സൂപ്പർ ബാച്ച് ആണ്. അതായത് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ച് ആയിരിക്കും സൂപ്പർ ബാച്ച്, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ബാച്ച് എന്ന് വിളിക്കുക. അപ്പം എൻറ്റയർലി ആ ഒരു 2 months നമ്മൾ ആ ഒരു വരുന്ന എക്സാമിന് വേണ്ടി മാത്രമുള്ളൊരു ഇൻറ്റൻസ് പ്രിപ്പറേഷൻ ആയിരിക്കും. അവിടെയും നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് മെൻറ്റേഴ്സ് കാണും. പിന്നെ വരുന്നത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം ആയിരിക്കും. നിങ്ങൾക്ക് ഫർദർ കണ്ടിന്യൂ ചെയ്യാനായിട്ട് വർക്കൗട്ട് സെഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ട്രിപ്പിൽ ചേർന്നാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് മോക്ക് ഇൻ്റർവ്യൂ ആണ്. അപ്പം ഏതൊരു PO എക്സാംസിൻ്റെ ഫൈനൽ റൗണ്ട് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോകണം എന്നുള്ളതിൻ്റെ ഒരു മോക്ക് സെഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ് ഉണ്ട്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. നിങ്ങളുടെ കംഫോർട്ട് സോൺ ഏതാണ്? ഓഫ്ലൈനിൽ ഇരുന്ന് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ, അതായത് ഇവിടെ വന്ന് ഇരുന്ന് അത്യാവശ്യം കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മറിച്ച് നിങ്ങളുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും വീടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നേക്കുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം നമ്മൾ ഈ വരുന്ന മൺഡേയിൽ CHSL വേണ്ടിയിട്ടൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഫർദർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം CHSL ജൂലൈയിലല്ല പരീക്ഷ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസിന് ഫർദർ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റീസണിങ്ങും ക്വാണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫർദർ അപ്ഡേറ്റ് നമുക്ക് പതിയെ ചാനലിലൂടെ തരുന്നതായിരിക്കും. അപ്പം ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ താങ്ക് യു.